ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ജനുവരി 12 കണ്ണുനീർ മാതാവ്. കണ്ണുനീരിൻ്റെ മാതാവിനെ പ്രതിനിധീകരിക്കുന്ന മരത്തിൽ നിർമ്മിച്ച ഒരു സ്വരൂപം 17-ാം നൂറ്റാണ്ടിൽ ഫൊളോഞ്ഞോയിൽ വെഞ്ചരിക്കപ്പെട്ടു. 1944 സിറ്റിയിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ കണ്ണുനീരിൻ്റെ മാതാവിൻ്റെ പള്ളി നശിച്ചപ്പോൾ ആ സ്വരൂപം സെൻ്റ് അഗസ്റ്റിൻ്റെ പള്ളിയിൽ സൂക്ഷിച്ചു. 1703 ജനുവരി 14 വൈകുന്നേരം കണ്ണുനീരിൻ്റെ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പട്ടണത്തിൽ ഭൂകമ്പമുണ്ടായി. ഇറ്റലിയിൽ മുഴുവനും വ്യാപിച്ചെങ്കിലും ഫൊളോഞ്ഞോ ഭൂകമ്പത്തിൽ നിന്നും രക്ഷപ്പെട്ടു. അതിൻ്റെ നന്ദി സൂചകമായി ഭക്തിപൂർവ്വം സ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം ആ വർഷം ജനുവരി 28-ാം തീയതി ആദ്യമായി നടത്തി. ഭക്തി വർദ്ധിച്ചതിൻ്റെ സൂചകമായി 1713 മാതാവിൻ്റെ തിരുസ്വരൂപത്തെ കിരീടമണിയിച്ചു. അന്നു മുതൽ പലപ്പോഴായി പട്ടണത്തിൽ വലിയ അത്യാഹിതങ്ങൾ ഉണ്ടായെങ്കിലും മാതാവ് അവരെ സംരക്ഷിച്ചു. പിന്നീട് ആ സ്വരൂപം ദേവാലയത്തിലേക്ക് മാറ്റി. നമുക്ക് ഈ ദിവസം വളരെ പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം മാതാവിൻ്റെ കാര്യങ്ങളിലേക്ക് കൊടുക്കാം. ചിലപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി മാറാനായിരിക്കാം, കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർത്തുള്ള ആകുലതകളായിരിക്കാം, ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുള്ള മനസ്സിൻ്റെ വിഷമങ്ങളായിരിക്കാം. പരിശുദ്ധ അമ്മയുടെ കാര്യങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഈശോയെ ഞങ്ങളെ ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.